എല്ലാവർക്കും നമസ്കാരം. RSSന്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് തിരുവനന്തപുരത്ത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒപ്പം പങ്കെടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ 3 വൈസ് ചാൻസലർമാർ കേരളീയ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ പരക്കെയുള്ള ഒരു ആവശ്യം. ഈ ആവശ്യത്തിൻ്റെ ലെജിറ്റിമസി എന്താണ്, എങ്ങനെയാണ് അത് നീതീകരിക്കാൻ കഴിയുന്നതാകുന്നത്, അവർ ചെയ്തിരിക്കുന്ന നിയമലംഘനം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ചൂണ്ടിക്കാട്ടാൻ ഈ ആവശ്യം ഉന്നയിക്കുന്ന ഒരാളും തുനിയുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് എന്ത് കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരോട് മാപ്പ് പറയാനായിട്ട് അധികാരത്തിലിരിക്കുന്ന ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുണ്ട്, നമ്മുടെ ആഭ്യന്തരമന്ത്രിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, മറ്റ് വിവിധ മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇതിൽ BJP ഇതര രാഷ്ട്രീയ കക്ഷികൾ ഏതാണ്ടെല്ലാം തന്നെ ഈ ഒരു ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് പരിശോധിക്കേണ്ടത് അവർ ചെയ്തിരിക്കുന്ന തെറ്റെന്താണ്, അവർ ചെയ്തിരിക്കുന്ന നിയമലംഘനം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അത് അന്വേഷിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള മറ്റൊരു കൂട്ടർ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളാണ്. ഉദാഹരണത്തിന് സുപ്രഭാതം ദിനപത്രം. അവരും പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിനോട് ഇവർ ചെയ്തിരിക്കുന്ന വലിയ കുറ്റത്തിൻ്റെ പേരിൽ ഈ വൈസ് ചാൻസലർമാരെല്ലാം മാപ്പ് പറയണം എന്നാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു നെടുങ്കൻ മുഖപ്രസംഗമൊക്കെ ഇന്ന് അവരെഴുതി പാസ്സാക്കി വിട്ടിട്ടുണ്ട്. അതും പരിശോധിച്ചപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് നിയമലംഘനമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈസ് ചാൻസലർമാർ മാപ്പ് പറയണം എന്നാവശ്യപ്പെടുന്ന ആൾക്കാർ ഏറ്റവും മിനിമമായിട്ട് നമ്മളോട് വിശദീകരിക്കേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഈ വൈസ് ചാൻസലർമാർ ചെയ്തിരിക്കുന്ന നിയമലംഘനം എന്താണ് എന്നുള്ളതാണ്. 2, ഔദ്യോഗിക രംഗത്തുള്ള അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ബാധകമായിട്ടുള്ളത് UGC നിയമമാണ്, സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകളാണ്. അപ്പോൾ ഏത് UGC നിയമമാണ്, ഏത് സർവകലാശാല ചട്ടങ്ങളാണ് ഈ VC-മാർ ലംഘിച്ചത് എന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾ പറയണം. ഇനി മൂന്നാമത്, VC എന്ന പദവി ഏതെങ്കിലും ഒരു കാരണത്താൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാലും അവർ മാപ്പ് പറയേണ്ടതായിട്ടുള്ള ഒരു കുറ്റമാണ്. തന്നെയുമല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്ത് തന്നെ പിന്നീട് തുടരുന്നതിലും ഒരു തരത്തിലുള്ള കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ അവരവരുടെ അധികാരത്തിനെ ദുരുപയോഗിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടും ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ, ഇവർ മാപ്പ് പറയണം എന്ന് പറയുന്ന ആൾക്കാർ വിശദീകരിക്കേണ്ടതാണ്. ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൻ്റെ നാക്കിൽ നിന്നും, ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മുഖപ്രസംഗത്തിൽ നിന്നും ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിയമലംഘനമല്ലാത്ത, UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത, സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾക്ക് വിരുദ്ധമല്ലാത്ത, അധികാര ദുർവിനിയോഗമില്ലാത്ത മറ്റെന്തോ ഒരു തെറ്റ് ഇവർ ചെയ്തു എന്ന മട്ടിലാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതെന്താണ് ആ തെറ്റ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അത് ഏത് നിയമത്തിൻ്റെ ലംഘനമായി മാറും എന്നതിനെക്കുറിച്ച് പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അടുത്തത്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള മാധ്യമങ്ങളുമൊക്കെ തന്നെ തുടർച്ചയായിട്ട് VC-മാർക്കെതിരെ ഉന്നയിക്കുന്ന ചാർജ് അവർ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് അവരുടെ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ഒരു പരിപാടിയിലുള്ള അവരുടെ സാന്നിധ്യം, പങ്കാളിത്തം, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമായിട്ട് ഇവർ കണ്ടെത്തുന്നത്. അത് RSSൻ്റെ പരിപാടി ആയതുകൊണ്ട് അത് തെറ്റ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു പരിപാടി RSS സംഘടിപ്പിച്ചാൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരാവശ്യമല്ല എന്ന് ഇക്കൂട്ടർ ആദ്യം മനസ്സിലാക്കണം. RSS എന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന സംഘടനയല്ല, ഒരു നിരോധിത സംഘടനയുമല്ല. തന്നെയുമല്ല, RSSന് വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുത്ത സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവതും ഇതേപോലെ ഒരു തീവ്രവാദിയല്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പൊതുവിടങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് വിലക്ക് നേരിടുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ RSSനും മോഹൻ ഭഗവത്തിനും ഇല്ലാത്ത എന്ത് ഐത്തത്തിൻ്റെ പേരിലാണ് നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടി ഇവർ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ശ്രീ മോഹൻ ഭഗവത് തിരുവനന്തപുരത്ത് എത്തുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ സ്റ്റേറ്റ് പോലീസിന് കാര്യമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനെ ഒരു VIP ആയി തന്നെ പരിഗണിച്ചുകൊണ്ട് VIP മൂവ്മെൻറ്റിന് വേണ്ടുന്ന ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പോലീസാണ്, അഥവാ നമ്മുടെ കേരള സർക്കാരാണ് ഇവിടെ നടപ്പാക്കി കൊടുത്തത് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സർക്കാർ അതീവ പ്രാധാന്യത്തോടു കൂടി കാണുന്ന, അതീവ സുരക്ഷയുള്ള, അതിനനുസരിച്ച് പോലീസ് എല്ലാ സംവിധാനവും ചെയ്ത് റോഡിലുള്ള ഗതാഗത നിയന്ത്രണം വരെ ഏർപ്പെടുത്തി കൊടുത്ത് സുഗമമായിട്ടുള്ള മൂവ്മെൻറ്റ് സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജനാധിപത്യപരമായും ധാർമ്മികമായും എങ്ങനെയാണ് തെറ്റാകുന്നത് എന്നതിനെക്കുറിച്ച് ഇവർ വിശദീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇവർ പറയണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ കൊടുത്തത് എന്നതിനെക്കുറിച്ച്. സർവകലാശാലകളിലെ വൈസ് ചാൻസലറായി ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ള മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കളെ ഒന്നും തന്നെ
കാണാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ സന്ദർശിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കാം. വ്യക്തിപരമായിട്ടുള്ള പല ചടങ്ങുകളിലും ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് അവർക്ക് പങ്കെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായേക്കാം. നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുമായി അവർ നിരന്തരം ചേർന്ന് പ്രവർത്തിക്കുന്നുമുണ്ടാകാം. അതൊന്നും തന്നെ ഒരു തരത്തിലുള്ള നിയമപ്രകാരവും വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് വിലക്കില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്വയം ഒരു വിലക്ക് കൽപ്പിച്ച് മാറി നിൽക്കണം എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം. ഇനി സുപ്രഭാതം പത്രം പോലെയുള്ള ചില സ്ഥാപനങ്ങളും അതേ അഭിപ്രായമുള്ള ചില ആൾക്കാരും പറയുന്നത് അക്കാദമിക് മൂല്യമില്ലാത്ത ഒരു പരിപാടിയിലാണ് വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് എന്നാണ്. ഈ സുപ്രഭാതം പത്രത്തിൻ്റെ ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തോ എന്ന് എനിക്കറിയില്ല. അവരുടെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്ന ആൾക്കാരോ അവരുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്ന ആൾക്കാരോ ഈ പരിപാടിയിൽ ക്ഷണിതാക്കളായിരുന്നോ, അവർ പങ്കെടുത്തോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ നടക്കുന്ന പരിപാടികളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ അതിനൊരു തരത്തിലുള്ള അക്കാദമിക് മൂല്യവും ഇല്ല എന്നുള്ള ഒരു മുൻവിധിയിലേക്ക് എങ്ങനെയാണ് ഈ പത്രം എത്തിയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വൈസ് ചാൻസലർ ഏതൊക്കെ പരിപാടികളിൽ വ്യക്തിപരമായി പങ്കെടുക്കണം, ഏതൊക്കെ പരിപാടികളിൽ ആരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കണം എന്നീ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നതനുസരിച്ച് അതാത് വ്യക്തിക്കാണ്. അതല്ലാതെ അത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിയിട്ടില്ല എന്ന് സുപ്രഭാതത്തിൻ്റെ ആൾക്കാർ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു. ഏതൊരു ഇൻ്ററാക്ഷനും അത് അക്കാദമിക് ഇൻട്രസ്റ്റോടു കൂടി ഉള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന് പോകുന്ന ആൾക്കാരാണ്, അതല്ലാതെ പുറത്തു നിന്ന് കളി കാണുന്ന ആൾക്കാരല്ല. തന്നെയുമല്ല, എല്ലാ പരിപാടികളും അക്കാദമിക് ഇൻട്രസ്റ്റോടു കൂടി മാത്രമേ തങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ചട്ടവും ഈ വൈസ് ചാൻസലർമാർക്ക് ബൈൻഡിങ്ങുമല്ല. ചിലതൊക്കെ അക്കാദമിക് ഇൻട്രസ്റ്റിൽ അവർ പോകുന്ന ഇവൻറ്റുകൾ ഉണ്ടാകും, ചിലതൊക്കെ പ്യുവർലി പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട് പോകുന്ന ഇവൻറ്റുകൾ ഉണ്ടാകും. അതിൽ ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ, ഇവയെക്കുറിച്ചെല്ലാം തന്നെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, അതിൻ്റെ ഇൻ്ററാക്ഷൻസിലൊക്കെ തന്നെ പങ്കുചേരുക എന്നതെല്ലാം തന്നെ അക്കാഡമിക് ഇൻട്രസ്റ്റിലുള്ളതാണ്. അതല്ലാതെ അത് ഏതെങ്കിലും ഒരു മതനിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമേ അല്ല. ഇനി ഏതെങ്കിലും ഒരു പരിപാടിക്ക് മൂല്യമില്ല എന്ന് നമുക്ക് തോന്നിയാൽ അതിൽ പോകാതിരിക്കാൻ നമുക്ക് കഴിയും എന്ന് കരുതി അതിൽ മറ്റൊരാൾ പോകുന്നത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. ചുരുക്കി പറഞ്ഞാൽ BC-മാർ ഇവിടെ ഇല്ലാത്ത കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയണം എന്ന് പറയുന്ന സുപ്രഭാതം പത്രം ഉൾപ്പെടെയുള്ള ആൾക്കാർ ജനാധിപത്യ വിരുദ്ധമായിട്ടും ഭരണഘടനാ വിരുദ്ധമായിട്ടുമാണ് അവരുടെ അഭിപ്രായം പറയുന്നത് എന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇനി ഇതിൽ ഉയർന്നു കേട്ട ഏറ്റവും ദുർബലമായിട്ടുള്ള വാദം കാവ്യവൽക്കരണത്തിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കാവ്യവൽക്കരണം? സാഫ്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് അധികാരത്തിലുള്ളപ്പോൾ റൈറ്റ് വിങ് ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി സിലബസിനെ പരിഷ്കരിക്കുകയും അങ്ങനെയുള്ള ഒരു കരിക്കുലം എല്ലാ മേഖലകളിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിലാണെങ്കിലും നിർബന്ധിതമായിട്ട് നടപ്പാക്കുകയും ചെയ്യുന്നതിനാണ് കാവ്യവൽക്കരണം എന്ന് പറയുന്നത്. അത് ലെഫ്റ്റ് വിങ് ആകുമ്പോൾ വേണമെങ്കിൽ ചുവപ്പ് വൽക്കരണം എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു വൈസ് ചാൻസലർ അല്ലെങ്കിൽ ഒന്നിലധികം വൈസ് ചാൻസലർമാർ അവർക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള ഒരു പരിപാടിയിൽ ഔദ്യോഗിക കപ്പാസിറ്റിയിൽ അല്ലാതെ അവർ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് കാവ്യവൽക്കരണമായിട്ട് മാറുക? ഏതെങ്കിലും ഒരു വൈസ് ചാൻസലർക്ക് എവിടെയെങ്കിലും നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ യാതൊരു വിധത്തിലുള്ള വെറ്റിങ്ങും കൂടാതെ പൂർണ്ണമായി നടപ്പാക്കാനുള്ള ഇടങ്ങളാണ് സർവകലാശാലകൾ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കോളേജിൽ പോയി പഠിക്കേണ്ടതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലെ സിലബസ് റിവ്യൂ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രൊസീജറലായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അത് ഒരു വ്യക്തിയുടെ തീരുമാനത്തിനെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിപാടിയിൽ പോയി ഒരു വൈസ് ചാൻസലർക്ക് എന്തോ ഒരു ആശയം കിട്ടി എന്ന് കരുതി അത് ഉടനെ തന്നെ നമ്മുടെ സർവകലാശാലകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കാവ്യവൽക്കരിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സ്കോപ്പ് ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തില്ല. കാരണം നമ്മുടേത് ഒരു മതരാജ്യമല്ല, നമ്മുടേത് ഒരു ഏകാധിപത്യ ഭരണക്രമത്തിലുള്ള രാജ്യവുമല്ല. ഇനി ഇതിലെ കാതലായിട്ടുള്ള ഡിമാൻഡാണ് മാപ്പ് പറയുക. എന്തിനാണ് നമ്മൾ മാപ്പ് പറയുന്നത്? ഒന്ന്, ഒരു നിയമം ലംഘിച്ചാൽ. എല്ലാ നിയമലംഘനത്തിനും മാപ്പ് പരിഹാരമല്ല, മറ്റു തരത്തിലുള്ള പീനൽ പ്രൊവിഷൻസും ഒക്കെ തന്നെ ഉണ്ടാകും. എങ്കിലും സാധാരണഗതിയിൽ ഒരു നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ഒരാൾ മാപ്പ് പറയണം. 2, ഒരു തെറ്റ് ചെയ്താൽ ഒരാൾ മാപ്പ് പറയണം. 3, ഔദ്യോഗികമായിട്ടുള്ള ഒരു പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ മാപ്പ് പറയണം. ഇതിലൊന്നും തന്നെ ഇവർ ചെയ്തതായിട്ട് തെളിയിക്കാൻ സാധ്യമല്ലാതെ എന്തിനാണ് അവർ പിന്നെ കേരളീയ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ഈ മാപ്പ് ആവശ്യപ്പെടുന്നവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയോട് മാപ്പ് പറയുക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ആ വ്യക്തിയുടെ ഇൻറ്റഗ്രിറ്റിയെ നിങ്ങൾ താഴ്ത്തിക്കെട്ടുന്നതിന് തുല്യമാണ്, അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്, അത് അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും തുല്യമാണ്. ഇത്ര ശ്രദ്ധേയമായിട്ടുള്ള ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരു കാരണവുമില്ലാതെ, ഒരു തെറ്റും ചെയ്യാതെ, ഒരു നിയമലംഘനവും നടത്താതെ, ഒരു അധികാര ദുർവിനിയോഗവും നടത്താതെ കേരളീയ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് എന്നേ പറയാനുള്ളൂ.
ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഞങ്ങൾക്കിഷ്ടമല്ലാത്ത ആളെ കാണാനായിട്ട് നിങ്ങൾ പോയി എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിലേക്കല്ല അവർ പോയത്. വ്യക്തിപരമായി ഏതൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കണം, അതിൽ സംസാരിക്കണോ വേണ്ടയോ, ഈ കാര്യങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് എന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. അതാണ് ജനാധിപത്യ സംസ്കാരം. ഞങ്ങൾക്കിഷ്ടപ്പെടാത്തയാളാണ് മോഹൻ ഭഗവത്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ നിങ്ങൾ പോയിക്കൂടാ എന്ന് പറയുന്നത് ജനാധിപത്യമല്ല, ഫാഷിസമാണ് എന്ന് കോൺഗ്രസ്സുകാരും ലീഗുകാരും CPMകാരും അതേപോലെ ഈ സുപ്രഭാതം പത്രം നടത്തുന്ന ആൾക്കാരും ഒക്കെ തന്നെ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇന്ത്യയിലെ ഓരോ പൗരനെയും പോലെ വൈസ് ചാൻസലർമാർക്ക് അവകാശങ്ങളുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാം, പ്രഭാഷണങ്ങൾ കേൾക്കാം, സാമൂഹിക പരിപാടികളിലേക്ക് പോകാം, ഒരേ അഭിപ്രായമുള്ള ആൾക്കാരോട് അത് സംസാരിക്കാം, വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരോട് അക്കാഡമിക് ഇൻട്രസ്റ്റ് കൂടി പരിഗണിച്ചുകൊണ്ട് ആശയ സംവാദത്തിൽ ഏർപ്പെടാം. വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്നിടത്തോളം ഇന്ന പരിപാടികളിൽ മാത്രമേ പോകാൻ കഴിയൂ, ഇന്ന പരിപാടികളിൽ പോകാൻ പാടില്ല എന്ന് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഒരു നിയമവും പാസ്സാക്കാനും അത് നടപ്പാക്കാനും നമ്മുടെ നാട്ടിൽ കഴിയില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, അതിനുവേണ്ടി ഒരു പബ്ലിക് ഡിമാൻഡ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്, ഒപ്പം നമ്മുടെ ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാത്രമല്ല വൈസ് ചാൻസലർമാർ ഉണ്ടാകുന്നത്, നിരവധി വൈസ് ചാൻസലർമാർ നേരത്തെയും ഉണ്ടായിരുന്നു. പലരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന വ്യക്തികളാണ്. അങ്ങനെ പല ആൾക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതുൾപ്പെടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് പല വൈസ് ചാൻസലർമാരും നേരത്തെയും രാഷ്ട്രീയ പാർട്ടികളുടെ, സാംസ്കാരിക സംഘടനകളുടെ, സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ പരിപാടികളിൽ പോയിട്ടുണ്ട്. നാളെ കാലത്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മതസംഘടനയുടെ പരിപാടിക്കോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെ പരിപാടിക്കോ, SNDP, NSS, സമസ്ത, ഏതെങ്കിലും ക്രിസ്ത്യൻ സഭ തുടങ്ങിയ ആൾക്കാരുടെ പരിപാടികളിലൊക്കെ തന്നെ ഇവർ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പങ്കെടുത്താൽ നിങ്ങൾ ഇതേ ഭാഷയിൽ തന്നെ അവരോട് മാപ്പ് ആവശ്യപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന മറുപടിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ നിങ്ങളുടെ പ്രശ്നം വൈസ് ചാൻസലർമാരുടെ ഈ പരിപാടിയിലെ സാന്നിധ്യമല്ല, മറിച്ച് നിങ്ങളുടെ പ്രശ്നം RSS ആണ്, മോഹൻ ഭഗവതാണ്. ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കരൂപം, നമ്മുടെ നാട്ടിലെ വൈസ് ചാൻസലർമാർ ഒരു സ്വകാര്യ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്താൽ അത് ജനാധിപത്യ സമൂഹത്തിലെ സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്നും അതിനെ വിലക്കുന്ന ഏതെങ്കിലും നിയമങ്ങളോ സ്റ്റാറ്റ്യൂട്ടുകളോ ഇല്ല എന്നുമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. അതല്ലാതെ അങ്ങനെ വ്യക്തിപരമായി ഒരാൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കാവ്യവൽക്കരണത്തിനെയോ ഭരണഘടനാ പ്രതിസന്ധിയെയോ ഒക്കെ തന്നെ കണ്ടെത്തുക എന്നത് നിങ്ങളുടെ രാഷ്ട്രീയ മുൻവിധിയുടെ അഥവാ പ്രജുഡിസിൻ്റെ പ്രകടനമാണ്. അല്ലാതെ അത് വസ്തുതാപരമായിട്ടുള്ള വിശകലനമാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അഥവാ നിങ്ങൾക്കിവരെയൊക്കെ തന്നെ ശിക്ഷിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിലും ഒരു നടപടിയും അക്കാര്യത്തിലെടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന രീതിയിലത്തേക്കോ ഇവർ മാപ്പ് പറയണമെന്ന രീതിയിലത്തേക്കോ ഒക്കെയുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള അവകാശം പോലും നിയമപരമായിട്ട് സംസ്ഥാന സർക്കാരിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ നാട്ടിലെ UGC നിയമം അനുസരിച്ചോ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾ പ്രകാരമോ വൈസ് ചാൻസലർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഒരധികാരവുമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ആ മേഖലയുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അതല്ലാതെ വൈസ് ചാൻസലറെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വകുപ്പേ അല്ല. വൈസ് ചാൻസലർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എംപവേർഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ചാൻസലറാണ്. ആ ചാൻസലർ നമ്മുടെ നാട്ടിലെ ഗവർണറാണ്. ആ ഗവർണർ കേരളത്തിലെ 1ാം നമ്പർ ബഡാ സംഖ്യയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ തരത്തിലുള്ള കരച്ചിലൊന്നും തന്നെ അവിടെ വിലപ്പോവില്ല. യാതൊരു കാര്യവുമില്ലാത്ത ഒരു വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച് ഇവർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ അവരോട് മാപ്പ് ആവശ്യപ്പെടാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നറിയുന്ന സമയത്ത് വെറുതെ അപഹാസ്യരാകാതെ അവരെ അവരുടെ വഴിക്ക് വിടുക. അവരുടെ കാര്യം അവർ നോക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള കാവ്യവൽക്കരണം നമ്മുടെ സർവകലാശാലകളിൽ വന്നാൽ ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള നടപടി എന്ന് നമ്മുടെ ഭരണാധികാരികളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒപ്പം സുപ്രഭാതം പോലെയുള്ള ചില പത്രങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.